എല്ലാവർക്കും നമസ്കാരം. ചാറ്റിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Chariot, 9 of Swords, 5 of Cups, 8 of Wands, Queen of Wands, Sun card. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ചറിയറ്റ് ആൻഡ് ക്യൂൻ ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ലൈഫ് നിങ്ങൾ വിചാരിച്ച രീതിയിലേക്ക് നീങ്ങിത്തുടങ്ങുന്ന ഒരു സമയം എന്ന് പറയാവുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ ഏത് വഴിക്കാണ് നീങ്ങേണ്ടത്, എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു ശരിയായിട്ടുള്ള ദിശയിലാണോ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിരിക്കാം, പ്രൊഫഷണൽ ലൈഫിലായിരിക്കാം, ഏത് രീതിയിലായാലും അങ്ങനെയുള്ള ചില സംശയങ്ങളൊക്കെ മനസ്സിലുള്ളവർക്ക് ഈ ഒരു മാസം നിങ്ങൾ ഏത് ദിശയിലാണ് പോകേണ്ടതെന്നും നിങ്ങൾ ശരിയായിട്ടുള്ള ദിശയിലാണോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും എന്നൊക്കെയുള്ളൊരു കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം. ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാജിക്കൽ മൊമെൻ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരുകയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സമയമാണ്. ആ തീരുമാനം എന്ത് തന്നെ ആയാലും അത് ഒരു ആക്ഷൻ എടുക്കാതെ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ, ഒരു ആക്ഷനും ഇല്ലാതെ ഇരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഉത്തമം ഡിസൈഡ് ചെയ്യുക, തീരുമാനിക്കുക എന്നുള്ളതാണ്. തീരുമാനം എന്തായാലും ഒന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു സമയമാണ്. അത് ഉറപ്പിക്കാൻ നിങ്ങളായിട്ട് ആ ഒരു തീരുമാനം എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു തീരുമാനം, എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾക്കായിട്ട് ചിലപ്പോൾ മറ്റുള്ളവരോ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് സമ്മർദ്ദം ചാർത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത തീരുമാനത്തിലേക്ക് ചിലപ്പോൾ കൊണ്ടെത്തിച്ചേക്കാം. അപ്പോൾ അധികം വൈകിക്കാതെ ആ ഒരു തീരുമാനം, അത് ഓരോരുത്തരുടെയും സംബന്ധിച്ചിടത്തോളം വ്യത്യാസമുള്ള കാര്യങ്ങളായിരിക്കാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതം സംബന്ധിക്കുന്ന ഒരു തീരുമാനമായിരിക്കും, മറ്റു ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രൊഫഷൻ സംബന്ധിക്കുന്ന കാര്യമായിരിക്കും, പേഴ്സണൽ ലൈഫോ പ്രൊഫഷണൽ ലൈഫോ. അതേപോലെ തന്നെ മുന്നോട്ടേക്ക് സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരം ഒക്കെ കാണിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വാഹനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വാഹനം വാങ്ങിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ വാഹനം വാങ്ങിക്കുക എന്ന് പറയുന്നത് നിങ്ങളൊരു ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, ഓൾറെഡി പ്രൊഫഷണൽ ലൈഫിൽ സെറ്റിൽ ആയിട്ടുള്ളവരാണോ എങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വാഹനം വാങ്ങിക്കുന്നതാവാം, ബൈക്കോ കാറോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുന്ന സിറ്റുവേഷൻ ആവാം. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വാഹനവും ജോലിയുമായിട്ടുള്ള ബന്ധം കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരു വാഹനം വാങ്ങിക്കുന്നതായിരിക്കാം നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട്. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന, ഇപ്പോൾ ട്രക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ്, ട്രക്കിങ്ങിലുള്ള ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ കാറ് അതേപോലെ റെൻറ്റിന് എന്തെങ്കിലുമൊക്കെ വാഹനം കൊടുക്കുന്ന തരത്തിലുള്ള ബിസിനസ്. ഇപ്പോൾ കാറൊക്കെ റെൻറ്റിന് കൊടുക്കുന്നു, ബൈക്ക് റെൻറ്റിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ടാക്സി സർവീസസ് പോലെയുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മറ്റെന്തെങ്കിലും സെയിൽസ് ഉണ്ടായിരിക്കാം, നിങ്ങൾക്കൊരു സ്ഥാപനം ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു വണ്ടി ആവശ്യമാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട് ഒരു വാഹനം വാങ്ങിക്കുന്നത് ബൈക്കോ കാറോ എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി ഈ പറഞ്ഞ പോലെ ട്രക്കോ അതേ മിനി വാൻ പോലുള്ള കാര്യങ്ങളൊക്കെ ആവാം. എന്ത് തന്നെ ആയാലും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വാഹനം വാങ്ങിക്കുന്നതോ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വാഹനം വാങ്ങിക്കുന്നതോ ആവാൻ ചാൻസസ് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 9 of Swords ആൻഡ് 8 of Wands എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചധികം സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതായത് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനെയുള്ളൊരു സാഹചര്യം കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കൊരു മനസ്സിനൊരു തൃപ്തി അല്ലെങ്കിൽ മനസ്സമാധാനം, മഹാദേവൻ ശിവനെ ആരാധിക്കുക. അതേപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ നരസിംഹമൂർത്തി ആരാധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും സംഘർഷഭരിതമായിട്ടുള്ള അവസ്ഥയിൽ മനസ്സിനൊരു സമാധാനവും തൃപ്തിയും തരുന്നതിനും നെഗറ്റീവ് എനർജീസ് നിങ്ങൾക്ക് ചുറ്റും മാറുന്നതിനും നരസിംഹമൂർത്തി ആരാധിക്കുക. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ അതേപോലെ മഹാദേവൻ ശിവനെ ആരാധിക്കുക. ശിവന് ധാര കഴിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആ ഒരു നിങ്ങൾ ഭയങ്കര മൈൻഡ് ഗെയിംസ് അല്ലെങ്കിൽ മൈൻഡ് ഭയങ്കര അസ്വസ്ഥമായിരിക്കും, മാനസികമായിട്ട് മെൻ്റൽ
ആങ്സൈറ്റി സ്ട്രെസ്സൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നിങ്ങളായിട്ട് തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾ ഭയങ്കരമായിട്ട് ഔട്ട് ഓഫ് കൺട്രോൾ ആകുന്ന ഒരു സിറ്റുവേഷനുണ്ട്. പെട്ടെന്ന് ദേഷ്യമായിരിക്കും, പെട്ടെന്ന് ഔട്ട് ഓഫ് കൺട്രോൾ ആവും. സങ്കടമാണെങ്കിൽ തന്നെ പെട്ടെന്ന് സങ്കടം വന്നിട്ട് ആ ഒരു രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന രീതിയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കാമായിട്ടിരിക്കാനും ഒക്കെ എന്നും പ്രത്യേകിച്ച് നിങ്ങളുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന എന്തെങ്കിലും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ റിച്വൽസോ മറ്റോ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ നിങ്ങൾ പാലിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കും. കാരണം ഈ ഒരു സ്ട്രെസ്സുള്ള സിറ്റുവേഷനിൽ പോസിറ്റീവായിട്ടിരിക്കാൻ ഒത്തിരി വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ തടസ്സങ്ങളൊക്കെ ചില കാര്യങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മുന്നിൽ വരുമ്പോൾ അതിനെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. കാരണം ചില തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ വരുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് നടക്കുമോ എന്നുള്ള ചിന്തയൊക്കെ ആവാം, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് തുടങ്ങുന്നവർക്ക്. അപ്പോൾ ഇവിടെ പറയാനുള്ളത് ഈ തടസ്സങ്ങളൊക്കെ അതിജീവിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുക. ഓവറായിട്ട് സ്ട്രെസ് എടുക്കാതിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ആ ഒരു രീതിയിൽ. അങ്ങനെയല്ല, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഓരോരുത്തരും അതിൻ്റെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടും മറ്റുമൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയാകും. എല്ലാത്തിനും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടെന്നുള്ളത് ചിന്തിക്കുക. ധൃതിയിൽ പെട്ടെന്ന് കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എടുത്തുചാട്ടവും കാര്യങ്ങളും ഒഴിവാക്കുക. പെട്ടെന്ന് അതേപോലെ തന്നെ ഗുഡ് ന്യൂസ് വരുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തിടത്തുനിന്നൊരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട്. നിങ്ങളുടെ മാനസികാവസ്ഥ ഒന്ന് ശരിയാക്കുക. കാരണം ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വളരെ പ്രധാനമാണ്. നിങ്ങളിലേക്ക് എത്തുന്ന ആ ഒരു ഗുഡ് ന്യൂസ് ഡിലേ ആവാൻ നിങ്ങൾ തന്നെ കാരണമാകാതിരിക്കുക. ഓക്കെ, 5 of Cups ആൻഡ് Queen of Wands എനർജി കണക്ഷൻസ് ആണ്. ഇവിടെ നിങ്ങൾ കഴിഞ്ഞുപോയ കാലത്തിൽ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ പ്രണയനൈരാശ്യമോ അല്ലെങ്കിൽ വിവാഹമോചനമോ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ വഴക്കിട്ട് മാറി നിൽക്കുന്നവർ, അതായത് ഹസ്ബൻഡും വൈഫും രണ്ടിടങ്ങളിലായിട്ട് നിൽക്കുന്നവരായിരിക്കും. ഡിവോഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് ശ്രമിക്കുന്നുണ്ടാവും. ഒരാൾക്ക് ചിലപ്പോൾ ഡിവോഴ്സ് വേണമായിരിക്കും, മറ്റേ ആൾക്ക് വേണ്ടായിരിക്കും. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ആവാം. അപ്പോൾ എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും ഈ ഒരു സ്വയം നിങ്ങളെ താഴ്ത്തി കാണാതിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ഡിവോഴ്സോ സിറ്റുവേഷൻ വരുമ്പോൾ ചില ആളുകൾ നിങ്ങളുടേതായിട്ടുള്ള തെറ്റാണ്, കുറ്റമാണ്, സ്വയം ഒരു സഹതാപം അല്ലെങ്കിൽ സെൽഫ് പിറ്റി ചെയ്യുന്നു, സ്വയം ഒരു വിശ്വാസമില്ലായ്മ, അതായത് നിങ്ങളുടെ തെറ്റാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് ഒരു ട്രോമയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത് സാഹചര്യവശാൽ, അല്ല നിങ്ങളാണ് ഉത്തരവാദിയായത്, നിങ്ങളാണ് കാരണക്കാർ എന്നുള്ള ചിന്തയിൽ നിന്ന് മാറുക. അങ്ങനെ ഒരു ചിന്ത വന്നാൽ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതൊരു ലൈഫിൻ്റെ ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ് എല്ലാം. ജീവിതമല്ല, ജീവിതത്തിൻ്റെ ഭാഗം മാത്രമാണ്. അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞാൽ അത് അങ്ങനെ ആയിപ്പോയി. പക്ഷെ എന്ന് വെച്ചിട്ട് ജീവിതം തീർന്നു എന്നുള്ളതല്ല അർത്ഥം. നിങ്ങൾക്ക് ഇനിയും സാധ്യതകളുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഈ ഒരു എനർജി സ്വന്തം കാലിൽ നിൽക്കാനും പല കാര്യങ്ങളും ചെയ്യാനും ചില നെഗറ്റീവ് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ജീവിതം തന്നെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പം ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം കാലിൽ നിൽക്കാനും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ കൂട്ടത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ അവസരങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ കേപ്പബിളാണ്, നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഭയവും ഇല്ലാതെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, എല്ലാത്തിൻ്റെയും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നയിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെയാണ് 9 of Swords ആൻഡ് സൺ കാർഡാണ്. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് ഉറക്കമില്ലാതെ ആങ്സൈറ്റിയോട് കൂടിയിട്ട് ഇരുന്നത് കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിലകൊള്ളുക, കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കൂടെ സപ്പോർട്ട് സിസ്റ്റം കാണിക്കുന്നുണ്ട് ഇവിടെ. കാരണം നിങ്ങളുടെ ചില സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് നല്ലൊരു ബന്ധം പുലർത്തുന്ന ചില വ്യക്തികൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ജീവിതം മുന്നേറാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് ചേർന്ന് നിന്നിട്ട് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാണിക്കുന്നത്.
അപ്പോൾ ഈ ഒരു സമയം തളർന്നിരിക്കാനുള്ളതല്ല. തളർന്നിരുന്നാൽ ഒന്നും മുന്നോട്ടേക്ക് പോകില്ല. ആക്ഷൻ എടുക്കുക, ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു മന്താണ് ഈ ഒരു മെയ് മാസം. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.